ശ്രീനന്ദ ആത്മഹത്യ ചെയ്തതാണ് എന്ന രീതിയിലുള്ളൊരു വാർത്ത ഒരു കന്നഡ ന്യൂസ് ചാനൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേസ് 2 ദിവസം മുമ്പ്. സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നത് അച്ഛൻ ചീത്ത പറഞ്ഞു, ഫോൺ ഉപയോഗിക്കേണ്ട എന്ന രീതിയിൽ, ഫോൺ തരില്ല എന്ന രീതിയിൽ, എന്നിട്ട് ഫോൺ വാങ്ങി. അപ്പോൾ ഇത് കേട്ടിട്ട് സങ്കടം വന്നിട്ടുള്ള 15 വയസ്സുകാരിയായുള്ള ശ്രീനന്ദ 1500 അടി താഴേക്ക് എടുത്തു ചാടി എന്നുള്ള രീതിയിലുള്ള ഒരു വാർത്തയാണ് കേസ് വന്നിട്ടുള്ളത്. സംഭവം നമുക്കറിയാവുന്നതാണ്. ഇന്നലെ നമ്മൾ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം അടുത്തുള്ള കടമ്പഴിപ്പുറം സ്ഥലത്ത് നിന്ന് ചിക്കമംഗളൂർക്ക് ടൂർ പോയിട്ടുള്ള ശ്രീനന്ദ ഫാമിലിയുടെ കൂടെ മൊത്തം 40 പേരുണ്ടായിരുന്നു. ഫാമിലി മാത്രമല്ല, മൊത്തം അവിടെയുള്ള തൊട്ടപ്പുറത്തെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഉള്ള 40 പേരടങ്ങുന്ന ഒരു ടീം. അതിലെ ഒരാളായിരുന്നു 15 വയസ്സുള്ള ശ്രീനന്ദ. വെക്കേഷൻ ടൈമിൽ ട്രിപ്പ് പോയതാണ്. അപ്പോൾ ചിക്കമംഗളൂർ, കർണാടക ചിക്കമംഗളൂരിൽ അവിടെ വെച്ചിട്ട് 1500 അടി താഴേക്ക് വീണു. അത് ഇതായിരുന്നു സംഭവം. 4 ദിവസങ്ങൾക്ക് ശേഷമാണ് ഡെഡ് ബോഡി കിട്ടിയത്. അപ്പോൾ അത് ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയതാണോ, ശ്രീനന്ദേനെ ഡ്രഗ് കൊടുത്തിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലുമൊക്കെ പീഡിപ്പിച്ചിട്ട്, അങ്ങനെ പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് കേസ്. അങ്ങനെയൊക്കെ പലതരത്തിലുള്ള സംശയങ്ങളുണ്ടായിരുന്നു. അവർ റിലേറ്റീവ്സ് തന്നെ, ശ്രീനന്ദയുടെ റിലേറ്റീവ്സ് തന്നെ അതങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേസ്. അപ്പോൾ ശ്രീനന്ദയുടെ അമ്മ പറയുന്നുണ്ടായിരുന്നു ആരെങ്കിലും ഡ്രഗ് കൊടുത്തിട്ട് അങ്ങനെ പീഡിപ്പിച്ചതായിരിക്കും, അങ്ങനെ തട്ടിക്കൊണ്ട് പോയതായിരിക്കും എന്നൊക്കെ സംഗതി. അപ്പോൾ ആ രീതിയിലൊക്കെ കേസ് അതിൻ്റേതായ അന്വേഷണങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കർണാടക പോലീസ് പറഞ്ഞുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ, ശ്രീനന്ദയ്ക്ക് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും ഈ പ്രായത്തിലുള്ള കുട്ടികൾ, അങ്ങനെ ഒളിച്ചോടി പോയതായിരിക്കും എന്നുള്ളൊരു സംഗതിയൊക്കെയാണ് അവർ പറഞ്ഞത്. എന്തായാലും കർണാടക പോലീസിൻ്റെ അവസ്ഥ ആലോചിച്ചത്. അപ്പോൾ ഇവിടെ സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കർണാടകത്തിലുള്ള ഒരു ന്യൂസ് ചാനൽ, കന്നഡ ന്യൂസ് ചാനൽ പറയുന്ന സംഭവം അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് സംഗതി ശരിയാണ്. അച്ഛൻ ശ്രീനന്ദേനെ ചീത്ത പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അച്ഛനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് സംസാരിക്കുന്നതല്ല കേട്ടോ. അവരുടെ നഷ്ടം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. പക്ഷേ ഇതൊരു നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഇൻസിഡൻറ്റ് നടക്കുന്ന സമയത്ത് ആ ഒരു വ്യക്തിയോ ആ ഫാമിലിയോ മാത്രമല്ല അത് ബാധിക്കുന്നത്. അത് മൊത്തത്തിൽ സൊസൈറ്റിയിൽ ഏതെങ്കിലും രീതിയിലുള്ളൊരു ഇമ്പാക്റ്റ് ചെലുത്തുന്ന ഒരു സംഗതിയായിരിക്കും. അപ്പോൾ ആ ഒരു പേഴ്സ്പെക്റ്റീവിൽ ഒരു വിഷയത്തെ നോക്കി കണ്ടിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇനി അങ്ങനെ ഒരാൾക്കൊരവസ്ഥ വരാതിരിക്കട്ടെ എന്നുള്ളതാണ് ഒരു സംഭവം. അപ്പോൾ ആ ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് നമ്മൾ ഈ സംഭവം ചെയ്യുന്നത്. സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ ശ്രീനന്ദയുടെ ഫാമിലിയോ മൊത്തത്തിലുള്ള ആളുകളൊക്കെ അവിടെ ഒരു ഫെൻസിങ് ഉണ്ടായിരുന്നു, ബോർഡറൊക്കെ ഇട്ടിട്ട്. അതിനപ്പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഡേഞ്ചറാണ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇവർ ഈ ഫെൻസിങ്ങൊക്കെ കടന്നിട്ട് അപ്പുറത്ത് പോയിട്ടാണ്, ഫെൻസിങ്ങിന് പുറത്ത് പോയിട്ടാണ് ഇവർ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഫെൻസിങ്ങിന് പുറത്ത് പോയിട്ട് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ശ്രീനന്ദ കൂടുതൽ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഫോണായിട്ട് അവിടെ നിൽക്കുന്ന സമയത്ത് അച്ഛൻ ചൂടായി, അതായത് ആ ഫോൺ ഇതായോ എന്നുള്ള രീതിയിൽ. അപ്പോൾ നിങ്ങൾ പോയിക്കോ എന്നുള്ള രീതിയിൽ ശ്രീനന്ദ അവിടെ നിന്നു എന്നുള്ളതാണ് ഒരു നറേറ്റീവ് വരുന്ന കേസ്. 15 വയസ്സുള്ള ഒരു കുട്ടി, പ്രത്യേകം ശ്രദ്ധിക്കുക, വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടി. ഈ 15 വയസ്സുള്ള കുട്ടികളുടെ, 15 വയസ്സിൻ്റെ കാര്യമില്ല പറയുന്നത്, പൊതുവെ എന്താ വെച്ചാൽ മറ്റുള്ളവരുടെ മുന്നിൽ നിന്ന് ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടികളത് വല്ലാണ്ട് ഹേർട്ടാവുന്നുണ്ടായിരിക്കും. പ്രത്യേകിച്ച് ഫീലിംഗ് ടൈപ്പ് ആളുകളൊക്കെ ആണെങ്കിൽ, 10-40 ആളുകൾ ഇവർ ഒരുമിച്ച് ട്രിപ്പ് പോകുമ്പോൾ അതിൻ്റെ ഇടയിൽ അച്ഛൻ ഫോണൊന്നും തരില്ല പറഞ്ഞിട്ട് ചീത്ത പറയുന്നു, അതേപോലെ വേറൊരു സ്ഥലത്ത് പോയിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് വളരെ ഒരു നല്ലൊരു വൈബിലുള്ള, അതായത് ഒരു ട്രിപ്പ് മൂഡിൽ നിൽക്കുന്ന ഒരു കൊച്ചിനെ സംബന്ധിച്ചോളം അത് കാര്യമായി സ്വാധീനിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ആ കൊച്ച് ആത്മഹത്യ ചെയ്ത് താഴേക്ക് എടുത്ത് ചാടിയെന്ന് നമുക്ക് പറയാൻ പറ്റൂല കേസ്. അങ്ങനെ പറയാൻ പറ്റൂല. അത് പാരൻസിനെയും വല്ലാണ്ട് വിഷമിപ്പിക്കുന്നൊരു കാര്യമായിരിക്കും. അപ്പോൾ സംഗതി എന്താ വെച്ചാൽ, ഇങ്ങനൊരു സാധ്യത ആ ഒരു ന്യൂസ് പറയുന്നുണ്ട്. സാധ്യത അല്ല, ആ ന്യൂസ് അങ്ങനെയാണ് അത് റിപ്പോർട്ട് ചെയ്യുന്നത്. അത് ഒരു പക്ഷേ എന്താ വെച്ചാൽ, കർണാടകത്തിന് ഒരു ചീത്തപ്പേരാവരുത്, അല്ലെങ്കിൽ കർണാടകത്തിൻ്റെ നെഗറ്റീവായ രീതിയിൽ ആളുകൾ എടുക്കരുത് എന്നുള്ള രീതിയിലായിരിക്കും ആ ഒരു രീതിയിൽ എയർ ചെയ്യുന്നത് ന്യൂസ്. ഇവിടെ വേറൊരു സംഗതി, ഒന്ന് ഈ ആത്മഹത്യയുടെ രീതിയിലുള്ള ഒരു സംഭവം. അവിടെ ഇത് വേറൊരു സംഭവം വരുന്നത് വെച്ചാൽ, സുഹൃത്തുക്കളുടെ കൂടെ അവിടെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്ന ശ്രീനന്ദ അച്ഛൻ്റെ ചീത്ത കേട്ടിട്ട് എന്താ വെച്ചാൽ, അപ്പോൾ കുറച്ച് വിഷമമായി, അല്ലെങ്കിൽ ശ്രീനന്ദ അവിടെ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരിക്കാം എന്നൊക്കെയാണ് വേറെ രീതിയിൽ പറയുന്നത്. എങ്ങനെ, അതായത് ഇവിടെ അച്ഛനും അമ്മയൊക്കെ എന്തായാലും ഈ ഫെൻസിങ്ങിൻ്റെ അപ്പുറത്തേക്ക് കടന്നിട്ട് അവിടെ നിന്നാണല്ലോ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം അച്ഛൻ പറയുന്നത് ഫോട്ടോ എടുക്കണ്ട എന്നുള്ള രീതിയിൽ. അപ്പോൾ എന്തായിരുന്നു വെച്ചാൽ, എന്താ അച്ഛനും അമ്മയ്ക്കും അങ്ങനെ എടുക്കാച്ച, പിന്നെ എന്തുകൊണ്ട് എനിക്കായിക്കോടാ എന്നുള്ളൊരു സാധനം വന്നിട്ടുണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ അറിയാവുന്നതാണ് 2K കിഡ്സിന്, അല്ലെങ്കിൽ ഇപ്പോഴത്തുള്ള ജെൻസി കിഡ്സിൻ്റെ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കിഡ്സിൻ്റെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ,
വളരെ അഡ്വഞ്ചറസ് ആയി. അത് നമ്മളും അങ്ങനെ തന്നെ ഒരു സമയത്ത് അല്ലേ. അപ്പോൾ ഈ ഒരു വൈബിളുള്ള ആളുകളായിരിക്കും. അപ്പോൾ എന്താ വെച്ചാൽ ഈ മറ്റുള്ളവർ മാതൃകപരമായ രീതിയിൽ എന്തെങ്കിലും ചെയ്ത് കാണിക്കുമ്പോഴല്ലേ ആ മാതൃക പിന്തുടരുന്ന ആളുകളുണ്ടാവുക. അപ്പോൾ ഇവർ വളരെ അശ്രദ്ധയും കൊണ്ട് വളരെ ഇങ്ങനെ ഒരു രീതിയിൽ കോൺസിക്വൻസ് ഒന്നും വിചാരിച്ചിട്ടുണ്ടായില്ലായിരിക്കും ഈ ഫോട്ടോ എടുക്കണതിൻ്റെ ഈ ഒരു കാര്യത്തിൽ ട്രിപ്പ് പോയപ്പോൾ ഈ രീതിയിലാവുമെന്ന്. അപ്പോൾ ശ്രീനന്ദ അവിടെ നിങ്ങൾ പോയിക്കോ ഞാൻ വരുന്നില്ല, അല്ലെങ്കിൽ അച്ഛനമ്മയും മുകളിലേക്ക് പോയി എന്നിട്ട് അവർ തിരിച്ച് വരട്ടെ നിങ്ങൾ പോയിക്കോ സുഹൃത്തുക്കളുടെ അടുത്ത് കസിൻസിനോട് പറയുന്നു. ശ്രീനന്ദ അവിടെ നിന്നു. ശ്രീനന്ദ എന്നിട്ട് അതായത് ഫോട്ടോ എടുത്ത ആ സ്ഥലത്ത് എന്നിട്ട് ശ്രീനന്ദ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, തൊട്ടപ്പുറത്ത് എന്ത് വ്യൂസ് എന്തെങ്കിലും കാണാൻ വേണ്ടി പോയ സമയത്ത് അവിടെ നിന്ന് താഴേക്ക് വീണു എന്നാണ് കേസ് പറയുന്നത്. ഇതാണ് വേറൊരു നെറേറ്റീവ്. എന്തായാലും 15 വയസ്സുള്ള ഒരു കൊച്ചിൻ ജീവൻ നഷ്ടമായി. ഇതാണ് സംഗതി. അപ്പോൾ ഇതിൻ്റെ ഒരു സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു പോയിൻ്റ് ഇതാണ്. നമ്മൾ ഒരു ട്രിപ്പിനൊക്കെ പോകുന്ന സമയത്ത് കുറച്ചുകൂടി ശ്രദ്ധ ചെലുത്തുക എന്നുള്ളൊരു സാധനമാണ് കേസ്. അതായത് ഇത്രയും ആളുകളൊക്കെ ഒരുമിച്ച് പോകുമ്പോൾ ഒരു കൊച്ചു മിസ്സായത് ഇവർ അറിഞ്ഞില്ല എന്നൊക്കെ പറയുമ്പോൾ എത്ര, ഞാൻ ആ പാരൻസിന് മാത്രമായിട്ട് അങ്ങനെ പറയുന്നത് അല്ല, മൊത്തത്തിൽ ആ ട്രിപ്പുള്ള മൊത്തത്തിലെ ആളുകളെ വെച്ചിട്ടാണ് പറയുന്നത്. അത് എത്രത്തോളം അശ്രദ്ധമായിട്ടാണ് ഇവർ ആ കാര്യങ്ങൾ ഡീൽ ചെയ്തിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പൊതുവെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു സ്ഥലത്ത് പോകുന്ന സമയത്ത് പരിചയമില്ലാത്ത ആളുകൾ, അതേപോലെ അവിടുത്തെ ഒരു ടോപ്പോഗ്രഫി എന്താണ്, അവിടുത്തെ ഒരു മലകളും കുന്നുകളൊക്കെ ഉള്ള ഒരു സ്ഥലവും, അങ്ങനെ വേറൊരു സ്ഥലത്ത് പോകുന്ന സമയത്ത് പ്ലെയിനായ ഒരു സ്ഥലമൊന്നുമല്ലല്ലോ അവിടെ പോകുന്ന സമയത്തുള്ളൊരവസ്ഥ. ഇനിയിപ്പോൾ ഒരു അവിടുന്ന് സ്ലിപ്പായിട്ട് വീഴാനുള്ള സാധ്യത, ഇപ്പോൾ ഫോഗൊക്കെ ഇടയ്ക്ക് വരുന്ന സമയത്ത് അങ്ങനെ വീണതായിരിക്കാം എന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ആ രീതിയിലൊക്കെ സ്ലിപ്പായി വീണതായിരിക്കാം. ആ ഒരു അഡ്വഞ്ചറസ് മൈൻഡ് സെറ്റുള്ള ഒരു പെൺകൊച്ചി ഒറ്റയ്ക്ക് വ്യൂസ് കാണാൻ വേണ്ടിയിട്ട് തൊട്ടപ്പുറത്ത് പോയപ്പോൾ കാലുകറ്റി വീണതായിരിക്കാം എന്നുള്ളൊരു സാധനം അവിടെ വരുന്നുണ്ട്. അതല്ലെങ്കിൽ അച്ഛൻ ചീത്ത പറഞ്ഞാൽ സങ്കടപ്പെട്ട് ആത്മഹത്യ ചെയ്തെന്നുള്ള രീതിയിൽ ആ ഒരു സാധനം അവിടെ വരുന്നുണ്ട് കേസ്. പിന്നെ വേറെ പലരും പറഞ്ഞതെന്ന് വെച്ചാൽ കൊച്ചിനെ ഡ്രഗ് മാഫിയ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലുമൊക്കെ പീഡിപ്പിച്ചു എന്നോ അങ്ങനെ, അല്ലെങ്കിൽ എന്നിട്ട് അവിടെ കൊന്നിട്ടതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു സാധനമൊക്കെ ഉണ്ട്. പലരും യൂട്യൂബ് ചാനൽ ഇങ്ങനെയുള്ള റിയാക്ഷൻ വീഡിയോസ് സാധനങ്ങളൊക്കെ പലരും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേസ്. അപ്പോൾ ഇവിടെ ഒരു അവസ്ഥ എന്താ വെച്ചാൽ എന്തായാലും ഇത് ട്രിപ്പ് പോകുന്ന, പ്രത്യേകിച്ച് വെക്കേഷൻ സമയത്താണ് കുട്ടികളായിട്ട് ട്രിപ്പ് പോകുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കുക, ഒന്നുകൂടിയൊക്കെ ശ്രദ്ധിക്കുക. ഭയങ്കര അഡ്വഞ്ചറസ് ആയ കുട്ടികളാണ് ഉള്ളത്. അതുപോലെ കുട്ടികളൊക്കെ പബ്ലിക്കായിട്ട് നല്ല ചീത്ത പറയുന്ന സമയത്ത് ശ്രദ്ധിക്കുക. നിങ്ങൾ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പോൾ ഇവർക്ക് വേണമെങ്കിൽ ഇവർക്ക് നല്ല ആളുകൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, അതായത് അവിടെ സ്ലിപ്പാവാൻ ചാൻസ് ഉണ്ട്, ഭയങ്കര താഴ്ചയുള്ളൊരു സ്ഥലമാണ്, അവിടെ നിൽക്കണ്ട, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല, അവിടെ ഫോട്ടോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞാൽ കൊച്ചുങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും. മറ്റേത് ഈ പബ്ലിക്കായിട്ട് ആളുകളുടെ ഇടയിൽ നിന്നിട്ട് ഇങ്ങനെ ചീത്ത പറയുമ്പോൾ എന്താ വെച്ചാൽ കൊച്ചുങ്ങൾ അത് ഏത് രീതിയിൽ എടുക്കുക എന്ന് പറയാൻ പറ്റില്ല. ഇങ്ങനെ ഒരു സംഭവം പെട്ടെന്ന് ഹേർട്ടാവും അവർ, പിന്നെ ഒരു വാശിയായിരിക്കും. അച്ഛനും അമ്മയൊക്കെ ചെയ്യാച്ചാൽ പിന്നെ എന്താ എനിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊരു തോന്നലൊക്കെ അവിടെ, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെയും കസിൻസിൻ്റെ ഒക്കെ കൂടെ നിന്നിട്ട് ഈ ചീത്ത പറഞ്ഞതിലുള്ള ഒരു സംഭവം വാശിയോ ദേഷ്യമോ സങ്കടമോ ഒക്കെ ആയിരിക്കാം കേസ്. അപ്പോൾ എന്തായാലും ചില കുട്ടികൾ എന്താ വെച്ചാൽ അപ്പോൾ സമയത്ത് അവർക്ക് അത് ഇമോഷൻ താങ്ങാൻ വയ്യാത്ത സമയത്ത് അങ്ങനെ ചെയ്യുന്ന കുറേ കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അപ്പോൾ എന്തായാലും സംഭവം വളരെ നിർഭാഗ്യപരമായിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ആയിപ്പോയി. അപ്പോൾ എന്തായാലും ഇനി വെക്കേഷൻ പോകുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കുക, കെയർഫുള്ളായിട്ട് പോവുക. പിന്നെ ഈ ഫെൻസിങ്ങും ഇതൊക്കെ വെച്ചിട്ടുള്ളത് ചുമ്മാ പേരിന് വെച്ചിട്ടുള്ളതല്ല, ആളുകളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. അത്രയുള്ള കേസ്.